നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു വ്യക്തിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കണമെങ്കിലോ ഇതിനെതിരെ അഭിപ്രായം പറയണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് അവസരമുണ്ട്, കമൻറ്റായി രേഖപ്പെടുത്താം. ആദ്യം വീഡിയോ നിങ്ങൾ മൊത്തം കേൾക്കുക. വ്യക്തി മറ്റാരുമല്ല, റോബിൻ രാധാകൃഷ്ണൻ. റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലൂടെ ഒരു ഫെയിം കിട്ടിയ ഒരു വ്യക്തിയാണ്. ബിഗ് ബോസിൽ ഇവൻ്റെ ഓവർ ആറ്റിറ്റ്യൂഡും പട്ടി ഷോയും അലറിവിളിയൊക്കെ കാരണം അന്ന് എങ്ങനെയോ ഇവൻ കുറേ വോട്ട് കിട്ടി. അതിലൊരു ശ്രദ്ധാകേന്ദ്രമായി എന്നുള്ളത് സത്യമാണ്. ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്ത് വന്ന ശേഷവും ഇവൻ ഇത് തന്നെ തുടർന്നു എന്നുള്ളതാണ് ഇവൻ്റെ ഏറ്റവും വലിയ വിവരക്കേട്. ഇവൻ്റെ പേരിലൊരു ഡോക്ടറുണ്ട്. സത്യം പറഞ്ഞാൽ ഡോക്ടർമാരെല്ലാം കൂടെ പരാതി കൊടുത്ത് ഇവൻ്റെ ആ ഡോക്ടർ എന്നുള്ളത് അവർക്ക് തന്നെ അപമാനമാണ് ഈ ഡോക്ടറും ചുമന്ന് ഇവൻ നടക്കുന്നത്. ഇവൻ അവിടെ ഇറങ്ങിയതിന് ശേഷം ഏത് ഉദ്ഘാടനത്തിന് പോയാലും ഏത് സ്കൂളിൽ പോയാലും നഴ്സറി കുട്ടികളെടുത്ത് പോയാലും അവിടെയും ചെന്നിട്ട് ദിസ് ഈസ് റോബിൻ രാധാകൃഷ്ണൻ ഇതായിരുന്നു ഇവൻ്റെ പരിപാടി. കാരണം ഇവൻ്റെ വീഡിയോ കണ്ട ആളുകൾ പൊറുതി മുട്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ സ്ട്രീമിൽ ഇവൻ്റെ വീഡിയോ വരാതിരിക്കാൻ എവിടെയാണ് ഞെക്കേണ്ടതെന്ന് പോലും കമൻറ്റ് ചെയ്യുന്ന അവസരം. അത്ര ഇവനെ കൊണ്ട് ആളുകൾ പൊറുതി മുട്ടി. അങ്ങനെ ഒരു സിറ്റുവേഷനായിരുന്നു ഇവൻ ആദ്യം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ ആ ഒരു റീച്ച് പോയപ്പോൾ ഇവൻ പുതിയൊരു നമ്പറുമായിട്ട് വന്നു. ഇവൻ ഏതെങ്കിലും സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് പോവുക, അവരെ ഫോട്ടോ എടുക്കുക സംവിധായകരുടെ അടുത്തൊക്കെ, എന്നിട്ട് പറയും ഇവരുടെ അടുത്ത സിനിമയിൽ ഞാനാണ് നായകൻ. ഗോകുലം ഗോപാലൻ ചേട്ടൻ വരെ എന്നെ വെച്ച് 2 സിനിമ ഇപ്പോൾ ഉടനെ ഇറക്കാൻ പോവുകയാണ്. സത്യത്തിൽ ഇവനെ വെച്ച് ഒരു ഷോർട്ട് ഫിലിമോ സീരിയലോ പോലും ആരും എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇവൻ തന്നെ പിന്നെ സ്വയം ഒരു പോസ്റ്റർ അടിച്ചിറക്കി, 2 കയ്യിലും വാച്ചൊക്കെ ഇട്ടിട്ട് എന്തോ രാവണ യുദ്ധം, അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സിനിമ ഇറങ്ങാൻ പോകുന്നു, നായകനായ റോബിൻ രാധാകൃഷ്ണൻ. അത് മൊത്തം ഡ്രാമയാണ്. ഇവനൊരു ഫ്രോഡാണ്. ഇതിനൊക്കെ ഇവനെ കൂടെ നിന്നിരുത്തുന്നുണ്ട് ഷാലു പേയാട്. പിന്നീട് ഇവർ തമ്മിൽ തെറ്റിയപ്പോൾ ഈ ഷാലു പേയാട് തന്നെ വന്ന് വീഡിയോയിലൂടെ ഇവൻ്റെ മൊത്തം പൊളിച്ചെടുക്കി. ഇവനെല്ലാം കാണിച്ചത് നമ്പരാണ്. ഇവന് ഒരു സെലിബ്രിറ്റി ഇവന് ഡേറ്റ് കൊടുക്കാമെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഇവനൊരു ഫ്രോഡാണ്. ഇവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കണ്ടൻറ് ഉണ്ടാക്കുക, റീച്ച് ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക, ഇത് മാത്രമാണ് ലക്ഷ്യം. അങ്ങനെയുള്ള ഒരുത്തനാണ്. അപ്പോൾ അങ്ങനെയുള്ള ടൈമെല്ലാം കഴിഞ്ഞപ്പോൾ ഇവന് കുറേ വീണ്ടും ഇവന് റീച്ച് നഷ്ടപ്പെട്ടപ്പം കുറേ നാൾ കൊണ്ട് ഇപ്പോൾ ഇവൻ്റെ ശല്യമില്ലായിരുന്നു. ആളുകൾക്ക് സമാധാനമായിട്ടിരിക്കുകയായിരുന്നു. എപ്പോഴാണ് ഇവനൊരു BJPയുടെ ഒരു ഭയങ്കര സപ്പോർട്ടറായിട്ട് ഇപ്പം വന്നിട്ടുണ്ട്. ഇവൻ ഏതോ BJPയെ എന്തോ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഇവൻ്റെ വായിന്ന് അറിയാതെ ഒരു സപ്പോർട്ട് ചെയ്തൊരു വാക്ക് വീണു. അതിനെ ഏതോ വിവരമില്ലാത്തവന്മാർ നീ ആരാണ് BJP സപ്പോർട്ട് ചെയ്യാൻ, നീ BJP സപ്പോർട്ട് ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യമില്ലാതെ ഇവനെ ബൂസ്റ്റ് ചെയ്യാൻ പോയി. ഇവൻ അതൊരു വലിയ ഇതാക്കി എടുത്തുകൊണ്ട് ഞാനൊരു ഭയങ്കര BJP അനുഭാവിയാണ്, ഞാൻ RSSൻ്റെ അതാണ്, നരേന്ദ്രമോദി അങ്ങനെയാണ്, അമിത്ഷാ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പം വത്സന്തിലേക്ക് കയറിയേക്കാളും വലിയ RSകാരനായിട്ടാണ് കേരളത്തിൽ ഇവൻ്റെ വർത്തമാനം. ഇവന് 36 വയസ്സുണ്ട്. ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇവൻ ഇത്രയും വർഷമായിട്ട് ഇവൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നു. ഇവൻ ഇന്ന് വരെ ഒരു BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയോ പാർട്ടിക്ക് വേണ്ടിയോ നരേന്ദ്രമോദിക്ക് വേണ്ടിയോ അനുകൂലമായി ഒരു FB പോസ്റ്റ് പോലും ഇടാത്തവനാണ്. ഇവൻ എന്ത് അനുഭാവിയാണ് ഇവൻ? നിങ്ങൾക്ക് ഇതിനു മുമ്പ് അറിയാം. ഇതിനു മുമ്പ് സന്ദീപ് വാര്യർ ഇതുപോലെ സൗദിയിൽ എവിടെയോ ഏതോ അറബിയുടെ വീട്ടിൽ ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ആ ജോലി പോയി നാട്ടിൽ വന്ന സമയത്ത് ഒരു പണിയില്ലാത്തതുകൊണ്ട് അവൻ BJPയുടെ പ്രതിനിധി എന്നും പറഞ്ഞ് ചാനൽ ചർച്ചയിൽ സംസാരിക്കാൻ വന്നു. പിന്നെ അത് BJPയുടെ ഭയങ്കര മുഖമായി മാറി. അയാൾ എൻ്റെ നിരൂപകനായി. പിന്നെ അവസാനം ഇപ്പം എന്തായി? അപ്പോൾ അത് സന്ദീപ് വാര്യർക്ക് ഒന്നുമില്ലെങ്കിലും സംസാരിക്കാനെങ്കിലും ഉള്ള കഴിവുണ്ട്, കുറച്ച് കാര്യങ്ങളറിയാം. ഇവനൊന്നും അറിയില്ല. ഇവൻ വെറും 0 ആണ്. ഇവൻ്റെ പേരിൽ മാത്രമേ ഡോക്ടറുള്ളൂ. ഡോക്ടർ എന്നുള്ള ജോലി കൊണ്ട് ഇവൻ ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഈ തലയ്ക്ക് വെളിവില്ലാത്തതിൻ്റെ അടുത്ത് ഒരു ബുദ്ധിയുള്ള ഒരു ആളും അല്ലെങ്കിൽ ഇവൻ്റെ വീഡിയോ ഉണ്ടോ ഒരാൾ പോലും പോയി മരുന്ന് പിടിക്കത്തില്ല. അപ്പോൾ അതവനറിയാം. പിന്നെ അവന് ജീവിക്കാൻ ഇതൊക്കെയുള്ള മാർഗ്ഗം. ഇടയ്ക്ക് പറഞ്ഞ് ഞാൻ ഖത്തറിൽ എന്തോ പോയപ്പം അവിടുത്തെ ഏതോ ഒരു ഭയങ്കര ആൾ എൻ്റെ പേരിൽ എത്രയോ ഏക്കർ എഴുതി വെച്ച് ഞാൻ അവിടെ എന്തോ ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതായത് ഇവൻ പറയുന്നത് 90% കള്ളത്തരങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങുമ്പോൾ അത് BJP ആയാലും ഏത് പാർട്ടി ആയാലും രാഷ്ട്ര സേവനവും ജനസേവനമൊക്കെ ആയിട്ട് സന്നദ്ധരായി ഇറങ്ങുന്നവരാണ് ഇതിനകത്ത് ഇറങ്ങേണ്ടത്. അങ്ങനെയുള്ളവരെ മാത്രമേ ഇതിലേക്ക് എടുക്കാവൂ. അല്ലാതെ ഇവനെപ്പോലുള്ള പാഴികൾ ഒന്നാമത് BJPക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ 0 സീറ്റ്. അത് മൈനസിലേക്ക് പോകുമെന്നല്ലാതെ ഒരു ഗുണവുമില്ല. കാരണം നിങ്ങളെ പാർട്ടിയിൽ ഇപ്പോൾ തന്നെ ഒരുപാട് മണ്ടന്മാരും പാഴികളും ഉണ്ട്. അതിലെ കൂട്ടത്തിലേക്ക് ഇവനെയും കൂടെ ആഡാക്കാമെന്നല്ലാതെ ഒരു ഗുണം ഇതുകൊണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇപ്പോൾ അവൻ്റെ പേജിലെ റീച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിന് സപ്പോർട്ടിന് ശേഷം. അപ്പോൾ അത് മാത്രമാണ് അവൻ്റെ ലക്ഷ്യം. അത് മനസ്സിലാക്കി നിങ്ങൾ പെടാതിരിക്കുക. അത്രേ പറയാനുള്ളൂ.